ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. കേട്ടറ്റ് പരീക്ഷ അല്ലെ, നവംബർ 2024 വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജനുവരി മാസത്തിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും, കേട്ടറ്റ് ജനുവരി മാസം 18-ാം തീയതിയും 19-ാം തീയതിയും നടത്തിയ കേട്ടറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ കേട്ടറ്റിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. പരീക്ഷാ ഭവന്റെയോ കേട്ടറ്റിന്റെയോ വെബ്സൈറ്റുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവിഷണൽ ആൻസർ കീ ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം എന്താണ് ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ, എന്നാണ് ഇനി ആക്ച്വൽ അതായത് റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു കേട്ടറ്റ് പരീക്ഷ എഴുതിയ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ എഴുതാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ അറിയേണ്ട ഒരു വസ്തുതയാണ്. ഓക്കെ, അപ്പോ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉള്ള കടമ്പ, പരീക്ഷ എഴുതി കഴിഞ്ഞാലുള്ള ആദ്യത്തെ കടമ്പയാണ് പ്രൊവിഷണൽ ആൻസർ കീ വരിക എന്നുള്ളത്. നമുക്കറിയാം, പരീക്ഷ എഴുതിയവർക്കറിയാം. എന്ന് വെച്ചാല് പരീക്ഷ എഴുതി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആൻസറുകളുടെ ഒരു കാർബൺ കോപ്പി നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതാണ്. ആ കാർബൺ കോപ്പി വെച്ചാണ് പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസറുകളെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ, എത്ര മാർക്ക് നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ എഴുതിയ ആൻസറിന്റെ കാർബൺ കോപ്പി നമുക്ക് പരീക്ഷ എഴുതിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കാണും. അതും ഈ വന്ന പ്രൊവിഷണൽ ആൻസർ കീയും വെച്ചിട്ടാണ്. അപ്പൊ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ കേട്ടറ്റിന്റെ വെബ്സൈറ്റ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത്, ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ കറക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ എഴുതിയ ഉത്തരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഏതെങ്കിലും ഒരു പാർട്ടില് 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അതിന് വ്യക്തമായിട്ടുള്ള രേഖകൾ തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ ചലഞ്ച് ചെയ്യാം. ഉത്തരങ്ങൾ ചലഞ്ച് ചെയ്യാൻ നമ്മുടെ പരീക്ഷാ ഭവൻ തന്നെ ഒരു ഓപ്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിന് നിശ്ചിത മാതൃകയിലുള്ള ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നമ്മൾ പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് അപേക്ഷ പൂരിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന്റെ പുറകെ തന്നെ ഒരു അറിയിപ്പ് പരീക്ഷാ ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അറിയിപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നമുക്ക് ആ അറിയിപ്പ് ഒന്ന് നോക്കാം അല്ലെ. നോക്കിക്കേ, പരീക്ഷാ ഭവന്റെ വന്ന അറിയിപ്പാണ്. നോക്കിക്കേ, കേട്ടറ്റ് നവംബർ 2024 കാറ്റഗറി 1, 2, 3, 4 പരീക്ഷയുടെ താൽക്കാലിക ഉത്തര സൂചിക അഥവാ പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ കാണാം. parikshavavan.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കേട്ടറ്റ് കേരള ഗവൺമെന്റ്.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ, കേട്ടറ്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉത്തര സൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ, എന്തെങ്കിലും കറക്ഷൻസ്, ചിലപ്പോൾ അത് ടൈപ്പിംഗ് എറർ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം പ്രൊവിഷണൽ ആൻസർ കീയിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക്, പരീക്ഷാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, അതിനെ ചലഞ്ച് ചെയ്യാം. എന്ത് ചെയ്യാം, പരാതിയായിട്ട് പരീക്ഷാ ഭവനെ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോം ഉണ്ട്. ആ ഫോം പൂരിപ്പിച്ച് അതിനെ പരാതിയെ സാധൂകരിക്കുന്ന വാലിഡിറ്റി ഉള്ള ഏറ്റവും ആക്ച്വൽ ആയിട്ടുള്ള തെളിവുകള് സഹിതം നമുക്ക് എന്ത് ചെയ്യാം, 7/2/2025 അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാണ്. 7/2/2025 മുൻപായിട്ട് തപാൽ മാർഗം, അതും ആലോചിക്കണം നിങ്ങൾ. തപാൽ മാർഗമോ അല്ലെങ്കിൽ നേരിട്ടോ, നമ്മൾ ഒരിക്കലും ഇമെയിൽ വഴിയൊന്നും അല്ല അയക്കുന്നത്. ഒന്നുകിൽ നേരിട്ട് നമുക്ക് പരീക്ഷാ ഭവന്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തപാൽ മാർഗം, ഇപ്പൊ നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തപാൽ മാർഗം നമുക്ക് എവിടെ എത്തിക്കാം, പരീക്ഷാ ഭവന്റെ ഓഫീസിലേക്ക് എത്തിക്കാം. ഹാർഡ് കോപ്പി ആണ്, ഒരിക്കലും സോഫ്റ്റ് കോപ്പി അല്ല, ഇമെയിൽ സംവിധാനത്തിലൊന്നും അല്ല, നേരിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, തപാൽ മാർഗമോ നേരിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പരീക്ഷാ ഭവന്റെ സെക്രട്ടറിയുടെ അഡ്രസ്സിൽ നമുക്ക് ഇതെത്തിക്കാം. സെക്രട്ടറി പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12 എന്നുള്ള വിലാസത്തിൽ നമുക്ക് അയക്കാം. എന്ന് മുമ്പ് 7-ാം തീയതി ഫെബ്രുവരി 7-ന് മുൻപായിട്ട് നമ്മൾ ഈ അപേക്ഷ കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. ഇനി ഏതെങ്കിലും ഒരു ഉത്തരം, നിങ്ങൾ എഴുതിയ പരീക്ഷയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഉത്തരത്തിൽ ചലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ ചലഞ്ച് ചെയ്യാനുള്ള അപേക്ഷകളൊക്കെ സ്വീകരിച്ചതിന് ശേഷമായിരിക്കും അത് പരിശോധിച്ച് അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തിയതിനു ശേഷം റെക്ടിഫൈഡ് ആൻസർ കീ, തിരുത്തിയ ആൻസർ കീ നമ്മുടെ പരീക്ഷാ ഭവൻ പ്രസിദ്ധീകരിക്കും. അതിനുശേഷമായിരിക്കും റിസൾട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, നോക്കിക്കേ, വൈകി ലഭിക്കുന്ന പരാതികൾ, അതായത് 7-ാം തീയതിക്ക് ശേഷം ലഭിക്കുന്ന പരാതികളോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഫോം ഉണ്ട്, ആ ഫോമില് നിശ്ചിത മാതൃകയും പറഞ്ഞിട്ടുണ്ട്, ആ മാതൃകയ്ക്ക് വിരുദ്ധമായിട്ടുള്ള അപേക്ഷകളോ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഒരു ഫോർമാറ്റ് ഷീറ്റ് നമുക്ക് ഈ പറയുന്ന അറിയിപ്പിനോടൊപ്പം തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതേ വെബ്സൈറ്റിൽ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കംപ്ലൈന്റ് ഫോമും ഈ പറയുന്ന ഈ അറിയിപ്പ് ഓർഡറും രണ്ടും അടുത്തടുത്ത് 2 ഐക്കൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് അതിലായിരിക്കണം പ്രിന്റ് എടുക്കേണ്ടത്. ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ആ ലിങ്ക് അറ്റാച്ച് ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട പരീക്ഷാ ഭവന്റെ ഈ ലിങ്ക്, ഈ ഫോമിലേക്ക് എത്താനുള്ള ലിങ്ക് ഞാൻ പിൻ ചെയ്ത് കൊടുത്തിരിക്കാം. നിങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മളപ്പോ എന്ത് ചെയ്യണം, ഈ ഫോർമാറ്റ് ഷീറ്റിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന മാതൃകയിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഏത് കാറ്റഗറി ആണോ അതിൽ ഏത് പാർട്ടിലാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ കാറ്റഗറി 3 എടുത്ത് നോക്കുകയാണെങ്കിൽ പാർട്ട് 1 എന്ന് പറയുന്നത് സൈക്കോളജി ആണ്, പാർട്ട് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് സ്പെസിഫൈഡ് ഏരിയ ആണ്, അല്ലെ? അപ്പൊ ഏത് പാർട്ടിൽ, ഏത് കാറ്റഗറിയുടെ ഏത് പാർട്ടിലാണോ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ചലഞ്ച് ചെയ്യാനുള്ളത്. ഇപ്പോ ചിലപ്പോ നിങ്ങൾ എഴുതിയ പരീക്ഷയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേട്ടറ്റ് കാറ്റഗറി 3 എഴുതിയ ഒരാള്, അയാൾക്ക് സൈക്കോളജിയിലെ ഒരു ചോദ്യത്തിൽ ചലഞ്ച് ചെയ്യാനുണ്ട്. അതുപോലെ പാർട്ട് 2 ലാംഗ്വേജ്, അയാളുടെ ലാംഗ്വേജ് മലയാളമായിരുന്നു എന്ന് വിചാരിക്കുക, മലയാളത്തിൽ ഒരു ചോദ്യം അയാൾക്ക് ചലഞ്ച് ചെയ്യാനുണ്ട്. പാർട്ട് 3 സബ്ജക്ട് പേപ്പറിലും 1-2 ചോദ്യങ്ങൾ അയാൾക്ക് ചലഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഫോമുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കാര്യം ഓരോ പാർട്ടിനും പ്രത്യേകം ഫോമുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പാർട്ട് 1 ഒരു ഫോം ഉപയോഗിക്കണം, പാർട്ട് 2 പ്രത്യേകം ഫോം, പാർട്ട് 3 പ്രത്യേകം ഫോം, അങ്ങനെ പ്രത്യേകം ഫോമുകളായിട്ടായിരിക്കണം നിങ്ങൾ എവിടെ ചെയ്യേണ്ടത്, ഉത്തരം ചലഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, പ്രത്യേകം ഫോമുകൾ എടുത്ത് അത് പൂരിപ്പിച്ച് അതിന് വേണ്ട അനുബന്ധ രേഖകളും അതിനോടൊപ്പം ചേർത്ത് പിൻ ചെയ്ത് നമുക്ക് ഒരു അപേക്ഷ ഒന്ന് തന്നെ മതി. പക്ഷേ ചോദ്യങ്ങൾ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ ഓരോ പാർട്ടിനും പ്രത്യേകമായിട്ട് തന്നെ വേണം ചെയ്യാനായിട്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ ഓരോരോ പാർട്ടുകൾക്കും എന്ത് ചെയ്യണം, പ്രത്യേകം ഫോർമാറ്റുകൾ, അല്ലെ? പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ഫോർമാറ്റുകൾ നമ്മൾ ഷീറ്റുകൾ, ആ ഫോർമാറ്റ് ഷീറ്റുകൾ പ്രത്യേകമായിട്ടുള്ളത് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് സംശയം കാണും, എങ്ങനെയാണ് ഈ ഫോർമാറ്റ് ഷീറ്റിന്റെ ഒരു മാതൃക വരുന്നത്, എങ്ങനെയാണ് ഞങ്ങളത് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള സംശയങ്ങൾ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്ന ഉത്തരങ്ങളിൽ അപാകതകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം. ഫെബ്രുവരി 7 മുൻപ് പരീക്ഷാ ഭവൻ സെക്രട്ടറിയുടെ പേരിൽ ആ അപേക്ഷ തിരുവനന്തപുരത്ത് എത്തിയിരിക്കണം. ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ തപാൽ മാർഗം നിങ്ങൾക്കത് അയക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോ പിന്നെ ഇതിന് തെളിവുകൾ കൂടെ വേണം. ചുമ്മാ ഒരു ഫോം വാങ്ങിച്ച് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് നമ്മൾ പൂരിപ്പിച്ച് അയച്ചാൽ അത് പരീക്ഷാ ഭവനിൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതിന് തെളിവ് വേണം. ഒന്നെങ്കിൽ SCERT, NCERT പാഠപുസ്തകങ്ങളിലെ ക്ലിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ, അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഓതർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലുള്ള ആ ഒരു റെഫറൻസ് പുസ്തകങ്ങൾ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നുള്ള ആ ഒരു കട്ടിങ്, ഇതുപോലെ നമ്മളൊരു ഫോട്ടോ കോപ്പി എടുത്ത് അതിന്റെ കൂട്ടത്തിൽ വെച്ചാൽ മതി. ഇതുപോലെ എന്തെങ്കിലും കാര്യമായിരിക്കണം നിങ്ങൾ തെളിവായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഒന്നും അല്ല വേണ്ടത്. എന്തായിരിക്കണം, ടെക്സ്റ്റ് ബുക്കുകൾ, ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റീസ്, ഏതെങ്കിലും ഒരു അതോറിറ്റി പുറത്തിറക്കിയ ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിഷിംഗ് കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ശ്രീധര മേനോന്റെ, നമ്മൾ എപ്പോഴും പറയാം കേരള ഹിസ്റ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രീധര മേനോന്റെ കേരള ചരിത്രം, കേരള സംസ്കാരം പോലുള്ള പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ഏതെങ്കിലും റെഫറൻസ് ടെക്സ്റ്റുകളിൽ നിന്നുള്ള നമുക്ക് തെളിവുകളും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള തെളിവുകളും നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിന്റെ കേസ് ആണെങ്കിൽ ഇപ്പൊ കവിതയിലെ വരികളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ കവിത, ആ യഥാർത്ഥ കവിത എടുത്തത് അതിന്റെ ഫോട്ടോ കോപ്പി അറ്റാച്ച് ചെയ്താലും മതിയാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് തെളിവുകൾ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
ഈ കാണുന്നതാണ് നമ്മുടെ ചലഞ്ച് ചെയ്യാനുള്ള ആ കംപ്ലൈന്റ് ഫോം എന്ന് പറയുന്നത് അല്ലെ. കേട്ടിട്ട് നവംബർ 2024 ഫോർമാറ്റ് ഫോർ കംപ്ലൈന്റ്സ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ്ഡ് ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പരീക്ഷാ ഭവൻ. അപ്പൊ ഇത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫോമാണ് പരീക്ഷാ ഭവന്റെ. ഞാൻ മുൻപ് നിങ്ങളെ കാണിച്ച അതേ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, പൂരിപ്പിക്കേണ്ടത് എന്തൊക്കെ? നെയിം ഓഫ് ദ കാറ്റഗറി. നിങ്ങൾ കാറ്റഗറി 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ ഏത് കാറ്റഗറി ആണോ എഴുതിയത് ആ കാറ്റഗറി എഴുതി വെക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാണ്, എനിക്ക് കാറ്റഗറി 3 ആണ് ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലെ. കാറ്റഗറി 3 ആണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ കാറ്റഗറി 3 എന്ന് അവിടെ രേഖപ്പെടുത്തി ഇല്ലേ. കാറ്റഗറി 3 എന്ന് ഞാൻ രേഖപ്പെടുത്തി. പാർട്ട് ആൻഡ് സബ്ജക്ട്, ഏത് പാർട്ട്? എനിക്കിപ്പോ ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത്, എനിക്കിപ്പോ പാർട്ട് 1 സൈക്കോളജിയിലെ ചോദ്യമാണ് എനിക്ക് ചലഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എഴുതാണ് പാർട്ട് 1. അപ്പൊ പാർട്ട് 1 സൈക്കോളജി ആണ് എനിക്ക് ഡൗട്ട് ഉള്ളത്. അപ്പൊ പാർട്ട് 1 എന്ന് ഞാൻ എഴുതി. സബ്ജക്ട് ഏതാണ്? ആ പാർട്ട് 1 സബ്ജക്ട് ഏതാണ്? സൈക്കോളജി ആണ്. അപ്പൊ പാർട്ട് 1 സൈക്കോളജി എന്ന് ഞാൻ എഴുതി. ഓക്കെ, പാർട്ട് 1 സൈക്കോളജി ആണെന്ന് ഞാൻ എഴുതി. നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിൽ നമ്മുടെ കാറ്റഗറി 3, ഇവിടെ കാറ്റഗറി 3 നിങ്ങൾ എഴുതുമ്പോൾ കാറ്റഗറി 3 ഏതായിരുന്നു എന്നിവിടെ സൂചിപ്പിക്കണം. അപ്പൊ കാറ്റഗറി 3 ഞാൻ മലയാളം സബ്ജക്ട് ആണ് എഴുതിയതെങ്കിൽ കാറ്റഗറി 3 മലയാളം എന്നുള്ളത് കൊടുക്കുക. കാറ്റഗറി 3 മലയാളം എന്നുള്ളത് കൊടുത്തു. പാർട്ട് ആൻഡ് സബ്ജക്ട് എന്നുള്ളത് പാർട്ട് 1 സൈക്കോളജി. പാർട്ട് 1 സൈക്കോളജി ആണല്ലോ, സബ്ജക്ട് ഞാൻ കൊടുത്തു. അടുത്തത് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു കോഡ് കാണുമല്ലോ. ആ കോഡ് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെക്കുക. സെറ്റ് കോഡ്, അതായത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ, സെറ്റിന്റെ കോഡ് ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നുവെങ്കിൽ അതും രേഖപ്പെടുത്തി വെക്കുക. അപ്പൊ ഇത്രയുമാണ് ഇനിഷ്യലി നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. കാറ്റഗറി ഏതാണ് നോക്കുക. അപ്പൊ കാറ്റഗറി 3 ആണ്. കാറ്റഗറി 3 ആണല്ലോ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ കാറ്റഗറി 3 ആണെങ്കിൽ മാത്രം ആ സബ്ജക്ട് സ്പെസിഫിക്കേഷൻ ഒന്ന് ബ്രാക്കറ്റിൽ സൂചിപ്പിച്ചേക്കുക. കാറ്റഗറി 1 2 ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പാർട്ട് ആൻഡ് സബ്ജക്ട് ആകുമ്പോൾ പാർട്ട് ഏതാണെന്നുള്ളതും ആ പാർട്ടിലുള്ള സബ്ജക്ട് ഏതാണെന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്, നിങ്ങൾക്ക് ലഭിച്ച സെറ്റ് ഏതാണ്, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത്, അതിന്റെ ആൽഫ കോഡാണ് ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൽഫ കോഡാണ് ഉദ്ദേശിക്കുന്നത്, അതും രേഖപ്പെടുത്തി വെക്കുക. അടുത്തത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനെ രേഖപ്പെടുത്തുന്നത്. നോക്കിക്കേ, സീരിയൽ നമ്പർ ഇപ്പൊ 1 എന്ന് കൊടുക്കുക, ക്രമ നമ്പർ 1 എന്ന് കൊടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലേ, എനിക്കിപ്പോ സൈക്കോളജിയിലെ പാർട്ട് 1 സൈക്കോളജിയിലെ ഒരു ചോദ്യമാണ് ഞാൻ ചലഞ്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ എനിക്ക് 12ാമത്തെ ചോദ്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഇപ്പൊ 12 എന്നിടുക. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ 12 എനിക്ക് ചലഞ്ച് ചെയ്യണം. അപ്പൊ 12 ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതുക. അതിനുശേഷമോ ഓപ്ഷൻ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ കീ. ഇപ്പൊ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഞാൻ ഉദാഹരണം മാത്രമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്രൊവിഷണൽ ആൻസർ കീയില് എ എന്നതായിരുന്നു ഓപ്ഷൻ കൊടുത്തിരുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, എ ആണ് പ്രൊവിഷണൽ ആൻസർ കീയിലെ ഉത്തരം. പക്ഷേ കംപ്ലൈന്റ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. അപ്പോ എനിക്കത് തോന്നുന്നു, എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്, എ അല്ല അതിന്റെ ആൻസർ സി ആണെന്ന് കരുതുക. അതിന്റെ ആൻസർ സി ആണെന്ന് കരുതുക. അപ്പോ കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ അതിന്റെ കംപ്ലൈന്റ്, അതിന് ഉത്തരം സാധൂകരിക്കുന്ന സംഭവങ്ങളെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പൊ ആൻസർ കറക്റ്റ് സി ആണ്. അതിനിപ്പോ റെഫറൻസ് ആയിട്ട് നമുക്ക് വെക്കാം, REF എന്ന് റെഫറൻസ് ഇട്ടിട്ട് എവിടെ നിന്നാണ് അതിന്റെ ആൻസർ സി ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്, അതിന്റെ ആൻസർ സി ആണെന്ന് എവിടെ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് റെഫറൻസ് ആയിട്ട് നമുക്കിപ്പോ വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് അവിടെ കോട്ട് ചെയ്ത് വെക്കാം. ഇന്നതാണ് എന്റെ റെഫറൻസ്, ഇതിന്റെ ആൻസർ എ അല്ല സി ആണ്, ഇന്നതാണ് അതിന് തെളിവ് എന്നുള്ളത് നമുക്ക് അവിടെ സൂചിപ്പിക്കാം. ആണല്ലോ, കഴിഞ്ഞു. ഇനി അതേ സൈക്കോളജിയിൽ തന്നെ ഏതെങ്കിലും ചോദ്യങ്ങൾ കൂടി എനിക്ക് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഫോമിൽ തന്നെ എനിക്കത് ചെയ്യാം. സൈക്കോളജി അല്ലാത്തൊരു സാധനത്തിന് ഈ ഫോമിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇനിയിപ്പോ സൈക്കോളജിയിൽ എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. ഇനി മലയാളത്തിന് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജിന്റെ ഫോം, ഇംഗ്ലീഷിനോ മലയാളത്തിനോ എനിക്കൊരു ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ വേറെ ഫോം എടുക്കുക, ഇതേ മാതൃകയിൽ നമ്മൾ പൂരിപ്പിച്ച് പോവുക. ഓരോ പാർട്ടിനും, ഇപ്പൊ സൈക്കോളജിയിലാണെങ്കിൽ സൈക്കോളജി, സോഷ്യൽ സയൻസിനാണെങ്കിൽ സോഷ്യൽ സയൻസ്, സയൻസിനാണെങ്കിൽ സയൻസ്, ഇംഗ്ലീഷിനാണെങ്കിൽ അത്, മലയാളത്തിനാണെങ്കിൽ അത്, ഏതിനാണെങ്കിലും ഓരോ പാർട്ടുകൾക്കും ഓരോരോ ഫോം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക.
ഇനി ഇതിനും ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എൻക്ലോസ്ഡ്. നമുക്ക് ഇതിന്റെ കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെക്കണം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വെച്ചത് ഏതെങ്കിലും ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, അതിന്റെ ഓതർ ആരാണെന്നുള്ളത് കൊടുക്കാം, അതിന്റെ പബ്ലിഷിംഗ് കമ്പനി ആരാണെന്നുള്ളത് കൊടുക്കാം. കഴിഞ്ഞു. ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണെന്നുള്ളെങ്കിൽ. ഇനി ഒന്നിലധികം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിനുശേഷം ഞാൻ SCERTയുടെ ഒരു പാഠപുസ്തകത്തിന്റെ ഒരു ഭാഗം കൂടി ഞാൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെഴുതാം? SCERT എഴുതാം. SCERT ഇപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ ഒരു പുസ്തകമാണ് ഞാൻ വെച്ചിട്ടുള്ളതെങ്കിൽ SCERT സ്റ്റാൻഡേർഡ് എഴുതാം. സ്റ്റാൻഡേർഡ് 7 എന്നുള്ളത് എഴുതി. അതുപോലെ തന്നെ പുസ്തകം സോഷ്യൽ സയൻസിന്റെ പുസ്തകമാണ് എന്ന് വിചാരിക്കുക, അതെഴുതി. പിന്നെയോ അതിന്റെ പാർട്ട് അല്ലെങ്കിൽ വോളിയം എഴുതി. വോളിയം ചാപ്റ്റർ എഴുതി. ചാപ്റ്റർ ഇപ്പോ എത്ര ആണ്? 4ാമത്തെ ചാപ്റ്ററില് പേജ് നമ്പർ കൂടി നിങ്ങൾക്ക് വെക്കാം. പേജ് നമ്പർ 45. ഉദാഹരണമാണ് പറയുന്നത്. SCERT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തില് 4ാമത്തെ ചാപ്റ്ററിൽ 45ാമത്തെ പേജിൽ ഇതിന്റെ ഉത്തരത്തെ സാധൂകരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ആ 45ാമത്തെ പേജിന്റെ ഫോട്ടോ കോപ്പി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫോമിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഉത്തരം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫോം, അതിനുള്ള ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഇതേ മാതൃകയിൽ നിങ്ങൾ പൂരിപ്പിക്കുക. പൂരിപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന അനുബന്ധ രേഖകൾ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഒന്നെങ്കിൽ SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ, ഇപ്പൊ പ്രമുഖമായിട്ടുള്ള ഏതെങ്കിലും ഒരു പബ്ലിഷിംഗ് കമ്പനിയുടെ പുസ്തകം. ഈ റാങ്ക് ഫയലുകൾ, അതേപോലുള്ള യൂട്യൂബ് വീഡിയോകൾ, ഇങ്ങനെയുള്ള സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംഭവങ്ങളെ ഒന്നും ഉപയോഗിക്കരുത്. റാങ്ക് ഫയലുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം, അത് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്നെങ്കിൽ സ്കൂൾ പാഠപുസ്തകം, ഏതെങ്കിലും പബ്ലിഷിംഗ് കമ്പനിയുടെ, ഇപ്പൊ നമുക്ക് DC ബുക്സ് പോലെ, കറണ്ട് ബുക്സ് പോലെ അങ്ങനെയുള്ള പബ്ലിഷിംഗ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും പബ്ലിഷിംഗ് കമ്പനികളുടെ ഏതെങ്കിലും ഒരു ഓതർ എഴുതി, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ശ്രീധരമേനോന്റെ പുസ്തകം, അങ്ങനെയുള്ള ഏതെങ്കിലും ഓതർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെയുള്ള റാങ്ക് ഫയലുകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അതിനൊന്നും വാലിഡേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഏറ്റവും ഒടുവിലായിട്ട് പ്ലേസും ഡേറ്റും എഴുതുക, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ റോൾ നമ്പർ, എക്സാമിന്റെ റോൾ നമ്പർ, അതേപോലെ നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ സഹിതം നിങ്ങൾ വെക്കുക. പ്ലീസ് യൂസ് ടു സെപ്പറേറ്റ് ഷീറ്റ് ഫോർ ഈച്ച് കാറ്റഗറി ആൻഡ് പാർട്ട്. അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഓരോ കാറ്റഗറിക്കും ഓരോ പാർട്ടിനും നിങ്ങൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഷീറ്റുകൾ, ഈ ഫോമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മാതൃകയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കേട്ടറ്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ പരീക്ഷാ ഭവന്റെയോ കേട്ടറ്റിന്റെയോ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ സൂപ്പർ നോട്ട്സിന്റെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ട്. ഈ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ PDF, ഇനിയിപ്പോ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്യാനൊന്നും വയ്യ എന്നുണ്ടെങ്കിൽ ഈ PDF ഞാൻ അവിടെ കൊടുത്തേക്കാം. ഈ ഫോമിന്റെ PDF ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ആ ഫോം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള പരീക്ഷാ ഭവന്റെ ഒരു വെബ്സൈറ്റ് ലിങ്കും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള അപ്ഡേറ്റ്സ് അല്ലെ, പ്രൊവിഷണൽ ആൻസർ കീ വന്നു, ചലഞ്ച് ചെയ്തു, ഇനി റെക്ടിഫൈഡ് ആൻസർ കീ വരും, അതേപോലെ റിസൾട്ട് വരും. റിസൾട്ടിന് ശേഷം നമ്മൾ സർട്ടിഫിക്കറ്റിന് അപ്ലിക്കേറ്റ് ചെയ്യണം അല്ലെ. ആ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണ്? ഇങ്ങനെ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേഷൻസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൂപ്പർ നോട്ട്സിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കാതെ ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകളും പുതിയ പുതിയ അറിവുകളും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള PDF നോട്ടുകളായിക്കോട്ടെ, ഉത്തരവുകളായിക്കോട്ടെ, അറിയിപ്പുകളായിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത കേട്ടറ്റിലെ മെയ് മാസം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാലോ, നമുക്കിപ്പോ നിങ്ങൾ ഈ പ്രൊഫഷണൽ നോക്കി അല്ലെങ്കിൽ റെക്ടിഫൈഡ് വരുമ്പോൾ നോക്കി നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, അടുത്ത കേട്ടറ്റ് എഴുതണം ഇല്ലേ? കാര്യം എന്താണ്? വിവിധ വിഷയങ്ങളിൽ HSA ഓൾറെഡി വിളിച്ചു. ഇനി പല സബ്ജക്റ്റുകളിൽ, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ HSA വിളിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത HSA വിളിക്കും. പിന്നെ അടുത്ത വർഷം നമുക്ക് LPUPയുടെ അടുത്ത വിജ്ഞാപനം വരും. അങ്ങനെ ഒരുപാട് കടമ്പകൾ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇനി ഉണ്ട്. അതുകൊണ്ട് കേട്ടറ്റ്, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കേട്ടറ്റിന്റെ പുതിയ ബാച്ച് ഉടൻ തന്നെ നമ്മൾ സൂപ്പർ നോട്ട്സിൽ ആരംഭിക്കുന്നുണ്ട്. അടുത്ത കേട്ടറ്റ് പരീക്ഷയെ ലക്ഷ്യമാക്കുന്നവർക്ക്
അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ LP-UPയുടെ ലോങ് ടേം ബാച്ച്, സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ലോങ് ടേം ബാച്ചും ഉടൻ തന്നെ സൂപ്പർ നോട്ട്സിൽ ആരംഭിക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യൂട്യൂബ് ഒക്കെ ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ കേട്ടറ്റുമായി ബന്ധപ്പെട്ട അറിവുകളും ഇൻഫോർമേഷൻസിനും അപ്ഡേഷൻസിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മറക്കണ്ട, ഫെബ്രുവരി 7 വരെ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ ചലഞ്ച് ചെയ്യാനുള്ള അവസരമുള്ളൂ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. തെളിവ് സഹിതം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതൃകയിൽ ചലഞ്ച് ചെയ്യുക. അപ്പൊ റെക്ടിഫൈഡ് ആൻസർ കീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും മറ്റ് അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. കേട്ടറ്റിന്റെ ലോങ് ബാച്ചിന്റെ കാര്യവും അതേപോലെ നമ്മുടെ LP-UPയുടെ ലോങ് ബാച്ചിന്റെ കാര്യവും മറക്കണ്ട. ഉടൻ തന്നെ അതിന്റെ അപ്ഡേഷൻസും ഉണ്ടാകും. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.